പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ മുണ്ടൂരിനടുത്തുള്ള സെൽസർ വാട്ടർ ടാങ്ക് കമ്പനിയിലാണ്. കണ്ണൂർ ജില്ലയിലെ പാടിയോട്ടുചാൽ മോഡേൺ ഇലക്ട്രിക്കൽസിലെ പ്ലംബേഴ്സിനെയും കൊണ്ട് അവരുടെ കമ്പനി വിസിറ്റുമായിട്ട് വന്നതാണ്. സെൽസർ കമ്പനിയുടെ ഫാക്ടറിയിലെ നിർമ്മാണത്തിൻ്റെ രീതികൾ നേരിട്ട് കണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ മോഡേൺ ഇലക്ട്രിക്കൽസ് ഈ ഫാക്ടറിയിൽ എത്തിയിരിക്കുന്നത്. സെൽസർ കമ്പനിയുടെ കേരള ഹെഡായ ശ്രീ ഷാജി സാർ നിർമ്മാണ രീതിയെക്കുറിച്ച് വിശദമായ രീതിയിൽ തന്നെ ക്ലാസ് നയിച്ചു. ഇതിൻ്റെ റോ മെറ്റീരിയലെക്കുറിച്ചും ഇതിൻ്റെ ഓരോ പ്രോസസ്സിംഗ് രീതികളെക്കുറിച്ചും തന്നെ വിശദമായി സംസാരിച്ചു. HDPE ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ HDP എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സെൽസർ ആണ് കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. നമ്മൾ ഒരു സ്ഥലത്ത് മെറ്റീരിയൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഓട്ടോമാറ്റിക്കലി അത് സക്ക് ചെയ്ത് പോകും. അതിനാവശ്യമായ അളവിൽ അതൊരു ട്യൂബ് പോലെ താഴത്തേക്ക് വരും. ഒരു PVC ട്യൂബ് പൈപ്പ് ഇല്ലേ, ആ പൈപ്പ് ഫോമിൽ മെറ്റീരിയൽ താഴത്തേക്ക് വരും. താഴത്തേക്ക് വരുമ്പോൾ താഴെ നിന്ന് ഒരു എയർ ബ്ലോ ചെയ്ത് കൊടുക്കും. ആ സമയത്ത് ഈ മോൾഡിനെ, ഈ ടാങ്കിനെ രണ്ടായി പകുത്തത് പോലെയുള്ള മോൾഡ് ആയിരിക്കും രണ്ട് സൈഡിൽ. അതാണ് വന്ന് അടയുക. അപ്പൊ ആ സമയത്ത് താഴേന്ന് ഒരു ഹോളില് ഈ സംഭവം മുകളിലേക്ക് വന്നിട്ട് അതിൽ എയർ പ്രഷർ, നല്ല പ്രഷറിൽ എയർ കൊടുക്കും. അപ്പൊ ഈ ഷേപ്പില് ഞാൻ പറഞ്ഞില്ല, ഈ ടാങ്കിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ആയിരിക്കും അതിന്റെ ഉൾഭാഗം. രണ്ട് സൈഡിൽ നിന്നും വന്ന് അത് ക്ലോസ് ആവും. അപ്പൊ ഈ അടിയിൽ മാത്രം ഒരു ഭാഗത്ത് അത് അടഞ്ഞിട്ടുണ്ടാവും. അവിടുന്ന് ഒരു പൈപ്പിലാണ് ഹോൾ എയർ കൊടുക്കുക. അപ്പൊ ആ എയർ കൊടുക്കുന്ന ഭാഗമാണ് അത് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് കളയുമ്പോൾ അവിടെയാണ് മൂടിയുടെ ഏരിയ വരുന്നത്. വേറെ ഒരു ഭാഗത്ത് നമുക്ക് ജോയിന്റ് വന്ന് ക്ലോസ് ആവുമ്പോൾ ഇത് വീർക്കുമ്പോ അത് കറക്റ്റ് ഒരു ഷേപ്പിലല്ല രണ്ട് ഇത് വന്ന് ക്ലോസ് ആവല്ലേ. അപ്പൊ അതിന്റെ ചെറിയ ഇതിൽ വരുന്ന ആ വേരിയേഷനിൽ പുറത്തുള്ള, അകത്ത് പ്ലെയിൻ ആയിരിക്കും, പുറത്ത് ആ മെറ്റീരിയൽ കുറച്ച് അങ്ങോട്ട് ബൾജ് ചെയ്താണ് ആ സാധനം കാണുന്നത്. നമുക്ക് എവിടെയും ഈ ജോയിന്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ക്രാക്കോ ലീക്കോ ഒരു കാലത്തും ഉണ്ടാവില്ല. ഈ ഫാക്ടറിയിൽ നിന്നും റൗണ്ട് വാട്ടർ ടാങ്കിനെ കൂടാതെ സ്ക്വയർ വാട്ടർ ടാങ്കും വിവിധ വലിപ്പത്തിലുള്ള ക്യാനുകൾ, സെപ്റ്റി ടാങ്കുകൾ കൂടാതെ ഓട്ടോ ക്ലീനിങ് വാട്ടർ ടാങ്കും നിർമ്മിക്കുന്നുണ്ട്. ട്യൂബ് ഇറങ്ങുന്നതാണ് കാണുക. ഈ വൈറ്റ് ട്യൂബിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റ്, അതിന്റെ മിഡിലില് ബ്ലാക്ക്, അതിന്റെ മിഡിലില് വൈറ്റ്, അങ്ങനെ അത് മെൽറ്റ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഈ ട്യൂബ് താഴത്തേക്ക് ഇറങ്ങുന്നത്. 3 സ്ഥലത്തുനിന്ന് മെറ്റീരിയൽ സക്ക് ചെയ്തിട്ടാണ് ട്യൂബ് പോലെ ഇത് ഇറങ്ങുന്നത്. അതിനെ ഊതി വീർപ്പിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന 3 ലെയർ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നത്. മിഡിലില് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാക്ക് മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾ കണ്ടു അല്ലെ. നമ്മുടെ എക്സ്ട്രാ വരുന്ന വെർജിൻ മെറ്റീരിയൽ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മിഡിലിൽ ഉപയോഗിക്കുന്നത്. പുലർച്ചെ 2 മണിക്കോ രാത്രി 12 മണിക്കോ എപ്പോ വന്നാലും ഈ കമ്പനി ഇതുപോലെ ഓടുന്നുണ്ടാവും. 24 മണിക്കൂറും ഓടുന്ന ഒരു കമ്പനിയാണ്. ഓഫീസ് മാത്രം ഈവനിങ്ങിൽ അടച്ചു പോകും. കാരണം നിങ്ങളിപ്പോ ഈ കണ്ട മെഷീനില് ഓഫാക്കി കഴിഞ്ഞാൽ 48 മണിക്കൂർ വേണം അതിന്റെ ഹീറ്ററുകൾ ചൂടായി വരാനായിട്ട്. ഞാൻ പറഞ്ഞോളൂ, ആ മെറ്റീരിയൽ മെൽറ്റായി വരണമെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഓഫായാലല്ല കേട്ടോ. ഓഫായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യും, പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കും. നേരെ മറിച്ചിട്ട് നമ്മളിപ്പോ രാത്രി ഓഫ് ചെയ്തു, പിന്നെ പകല് പ്രൊഡക്ഷൻ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രൊഡക്ഷൻ എടുക്കണമെങ്കിൽ ഇത് ഓൺ ആക്കിയാൽ 48 മണിക്കൂർ ഹീറ്റിംഗ് വന്നതിന് ശേഷമാണ് നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. അപ്പോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ സമയത്ത് വന്നാലും ഏത് സമയത്ത് വന്നാലും ഈ പ്രോസസ്സാണ് ഈ കമ്പനിയിൽ നടക്കേണ്ടത്. നമ്മള് സെൽസർ HDP എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. മറ്റേത് LLDP ആണ്, ലോ ലീനിയർ ഡെൻസിറ്റി പോളിയെത്തിലീൻ. അപ്പൊ ആ വ്യത്യാസം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ HDP ഫുഡ് ഗ്രേഡ് ആണ്, മുഴുവനും ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ക്രാക്കോ ലീക്കോ ഒരു കാലത്തും വരില്ല. നമുക്ക് അതുകൊണ്ട് 10 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി സെൽസറിന് ഉറപ്പായിട്ടും കൊടുക്കാം. ഈ കാണുന്നത് ഓട്ടോ ക്ലീനിങ് വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ നിർമ്മാണ യൂണിറ്റാണ്. ഞാൻ ഏകദേശം 10 വർഷത്തോളമായി സെൽസർ കമ്പനി ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഒരുപാട് കമ്പനി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കമ്പനി സന്ദർശിക്കുകയും ഇതിന്റെ മാനുഫാക്ചറിങ് സിസ്റ്റം എന്താണെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം
എനിക്ക് അത്രയും പൂർണ്ണ വിശ്വാസം തോന്നുകയും അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ കമ്പനികളും സെയിൽ ചെയ്യുന്നത് ഏകദേശം നിർത്തുകയും സെൻസറിലേക്ക് തന്നെ മാറണമെന്നില്ല. എനിക്കൊരു എന്റെ മനസ്സിൽ ഒരു 100% തന്നെ പറയാം, 100% വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ സെൻസറിനെ എന്റെ ഷോപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഞാൻ ഇപ്പൊ ഈ 10 വർഷത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സെൻസറിൽ എനിക്ക് 100% വിശ്വാസ്യത വന്നു കഴിഞ്ഞു. എനിക്ക് മാത്രം വന്നാൽ പോരാ, എന്റെ ആ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളിൽ എത്തണമെങ്കിൽ അത് ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കൾ മാത്രമേ എത്തൂ. സെൽസർ വാട്ടർ ടാങ്കിനെ കുറിച്ച് ഉള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാങ്കാണ് സെൽസർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ കാര്യത്തിലുള്ളത്. അതിന് പിന്നെ ഇതിലൂടെ കാണാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് അറിയാനും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ലെയറുകളാണ്, അത് എങ്ങനെയാണ് ആ ലെയർ അതിലേക്ക് വരുന്നത്, അതെങ്ങനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും അത് ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെ കാണാൻ വേണ്ടി വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തോ ഇവിടെയുള്ള ഇതിന്റെ? അതെ, നല്ല രീതിയിൽ ചെയ്തു തന്നല്ലേ? പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, വളരെ ഉപകാരമാണ്. നമുക്ക് ഇത്രയും നാൾ ടാങ്കിനെ കുറിച്ച് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. ആധികാരികമായിട്ട് ഇത് കുറച്ചുകൂടെ അപ്ഡേഷനിലാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. വലിയ ഭാരമുള്ള ചുറ്റിക കൊടുത്ത് ഈ ചുറ്റിക കൊണ്ട് ഇതിലേതെങ്കിലും ടാങ്ക് അടിച്ചു പൊട്ടിക്കാൻ സാധിക്കുമെങ്കിൽ 10,000 രൂപ അപ്പോൾ തന്നെ നൽകാമെന്ന് കമ്പനിയുടെ ആൾക്കാർ അവിടെ പറഞ്ഞു. പക്ഷേ ആർക്കും അത് സാധിച്ചില്ല. അതാണ് കമ്പനിക്ക് സ്വന്തം ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസം. ടോണി ജോൺ, സെൽസർ പോളിമേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ കാണുന്ന കമ്പനി നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് വിതരണം ചെയ്യുന്നതാണ് കേരളത്തിലെ. ഇതിലെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ടാങ്ക്, അതായത് ഫുഡ് ഗ്രേഡ് വാട്ടർ ടാങ്ക്, വെള്ളം നിറയ്ക്കാനും വെള്ളം കുടിക്കാനും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റാവുന്ന ഏറ്റവും നല്ല ടാങ്കാണ് സെൽസറിന്റെ ടാങ്ക്. അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഉണ്ട്, ഡിഫറെന്റ് മോഡൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. സെൽഫ് ഫ്രഷ് വാട്ടർ ടാങ്ക്സ് ഉണ്ട്, അതായത് ഓട്ടോ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത. അതുപോലെ നമ്മുടെ സെപ്റ്റിക് ടാങ്ക്, കിണറുകൾ കേടാവാണ്ടിരിക്കാനായിട്ട് സെപ്റ്റിക് ടാങ്കുകൾ, പിന്നെ ക്യാപ്സ്യൂൾ ടാങ്ക്, സ്ക്വയർ ടാങ്ക്, പല ഡിഫറെന്റ് മോഡൽ ടാങ്കുകൾ നമ്മളുണ്ട്. ഇതൊക്കെ വെച്ച് ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ കൊടുത്ത് കേരളത്തിൽ നമുക്ക് ഏറ്റവും ഏകദേശം 2000-2500 കടകളിൽ നമ്മൾ സപ്ലൈ ചെയ്ത് ഇന്ന് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഡീലേഴ്സ് ഉള്ള ഒരു സ്ഥാപനമാണ് സെൽസർ പോളിമേഴ്സ്.